പറയാളത് പറയട്ടെ. സംസ്കാരം എന്നത് ജന്മന ഉണ്ടാകേണ്ടതാണ്. അല്ലാതെ തരം പോലെ നിറം മാറുന്നവരിൽ നിന്ന് നമുക്ക് അതൊന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. ഇന്നലെ നടന്ന ചില കാര്യങ്ങളുണ്ട്. അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ വിഷയങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പട്ടായ ഗേൾസിലെ നൂറ, അദില, അതോടൊപ്പം തന്നെ അത് ഏറ്റുപിടിക്കുന്ന ഷാനവാസ്, അക്ബർ, അങ്ങനെയുള്ള മത്സരാർത്ഥികൾ, അതോടൊപ്പം തന്നെ നാരദനായിട്ടുള്ള ഈ പറയുന്ന സാബുമാൻ, പിന്നെ ഈ പറയുന്ന അനുമോളെ ചേർത്ത് പിടിച്ച അനീഷ്, ഇതെല്ലാം നമുക്ക് ഒരു സൈഡിൽ നിന്ന് സംസാരിച്ചു പോകാം. അനുമോളെ കുറ്റക്കാരിയാക്കി സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കുന്ന ചില മാന്യന്മാർ, ഇതുവരെ ആ വീട്ടിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കാത്ത സത്യസന്ധന്മാർ, ഇതെല്ലാം നമുക്ക് സംസാരിക്കാം. ഇന്നലെ നടന്ന ഒരു സംഭവം, ഇന്നലെ ഞാൻ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, കിച്ചന്റെ അകത്ത് അനുമോളാണ് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഈ 3-4 വട്ടമായി ഈ പുള്ളിക്കാരി അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്, വാക്കൗട്ട് പറഞ്ഞു പോകുന്നുണ്ട്. പലപ്പോഴായിട്ട് ഈ 4 വീട് പോയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് പലപ്പോഴായിട്ട് ഈ പുള്ളിക്കാരിയെ പറഞ്ഞു വിട്ടിട്ടുണ്ട്, അതോടൊപ്പം തന്നെ ഇറങ്ങിപ്പോയതുമായിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഇരിക്കെ ഈ ലാസ്റ്റ് ടൈം ഇത് ഈ പറയുന്ന നൂറ ക്യാപ്റ്റനായ സമയത്ത് ഈ പറയുന്ന അനുമോളെ വീണ്ടും ഈ കിച്ചൺ ടീമിലേക്ക് എടുത്തിടുന്നു. ആദ്യത്തെ ദിവസം അടിപൊളിയായിട്ട് അനുമോൾ ചെയ്തു, രണ്ടാമത്തെ ദിവസവും അടിപൊളിയായിട്ട് ചെയ്തു. എന്നാൽ സംഭവത്തിന്റെ തുടക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് വിളമ്പുമ്പോഴാണ്. ഫുഡ് വിളമ്പി എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന പയറുതോരൻ എല്ലാവർക്കും വിളമ്പി കൊടുക്കുന്നു. കൊടുത്തതിന് ശേഷം കുറച്ച് എടുത്ത് മാറ്റി വെക്കുന്നു. ഈ മാറ്റിവെച്ച പയറുമായിട്ട് ബന്ധപ്പെട്ടാണ് വിഷയങ്ങൾ ഉണ്ടാകുന്നത്. ഇവിടെ ആദില എന്ന് പറയുന്ന ആ വീട്ടിലെ ഉമ്മ കൊടുത്താൽ മാത്രമേ, നൂറ ഉമ്മ കൊടുത്താൽ മാത്രമേ വന്ന് ജോലി ചെയ്യൂ എന്ന് പറയുന്ന ഈ ആദില പലപ്പോഴായിട്ട് പോയി ഊഞ്ഞാലയിലിരുന്ന് ആട്ടം, ആ കിച്ചണിൽ കയറി സഹായിക്കൂ ഒന്നും ചെയ്യാത്ത ഈ വ്യക്തി ആ സമയത്ത് അവിടെ വന്നിട്ട് വിഷയങ്ങൾക്ക് തിരികൊളുത്തുന്നു. അങ്ങനെ ആ ഒരു വിഷയം വലിയ രീതിയിൽ തന്നെ കത്തിക്കയറുന്നു. ഉടനെ ഈ പറയുന്ന അനുമോൾ ആ പയർ തോരൻ മാറ്റിവെച്ചതുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. എല്ലാവർക്കും എന്തുകൊണ്ട് കറക്റ്റായിട്ട് ഷെയർ ചെയ്തില്ല എന്നുള്ള ഒരു കാര്യമാണ് ചോദിക്കുന്നത്. എല്ലാവർക്കും ഈക്വലായിട്ട് ഷെയർ ചെയ്ത് അതിനെ അങ്ങ് തീർക്കണം. ഈ ചോറ് മിച്ചം വന്നാൽ ഒരു കുഴപ്പവുമില്ല, പക്ഷെ കൂട്ടാൻ എല്ലാവർക്കും ഷെയർ ചെയ്യണം എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഈക്വലായിട്ട് ഷെയർ ചെയ്യുക എന്ന് പറയുമ്പോൾ കൂട്ടാനും അതോടൊപ്പം തന്നെ ചോറും ഈക്വലായിട്ട് ഷെയർ ചെയ്യണം. അത് തിന്നാൻ ആരെങ്കിലും തയ്യാറാകുമോ? ഇല്ലല്ലോ. ചോറും കറികളും ഒരുപോലെ വേണം കഴിക്കാൻ. അങ്ങനെ ആരും ചെയ്യത്തില്ല. പലർക്കും അതിനകത്ത് ചോറ് കുറച്ച് വേണ്ടവരുണ്ട്, കൂടുതൽ കറി വേണ്ടവരുണ്ട്, കുറച്ച് കറി വേണ്ടവരുണ്ട്, കൂടുതൽ ചോറ് വേണ്ടവരുണ്ട്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് ഈക്വൽ എന്ന് പറയുമ്പോൾ എല്ലാത്തിലും ഈക്വൽ വേണം. അതുകൊണ്ട് ആ ഒരു കാര്യത്തിനോട് ഞാൻ യോജിക്കുന്നില്ല. എന്നാൽ തന്നെ അവർ പറയുന്നത് ഈക്വലെങ്കിൽ ഈക്വലായിട്ട് അനുമോൾ വിളമ്പണമായിരുന്നു. അനുമോൾ ആ ഒരു കാര്യം മാറ്റിവെച്ചത് അനുമോളുടെ ഒരു നല്ല മനസ്സിനാണ് അനുമോൾ ചെയ്തത്. പിന്നെ വീണ്ടും ആരെങ്കിലും ചോറ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് കഴിക്കാൻ കൂട്ടാൻ വേണ്ടായോ എന്നുള്ള ഒരു മനസ്സുകൊണ്ട് ആ പുള്ളിക്കാർ ചെയ്തേ. പക്ഷേ എങ്കിൽ അത് മറ്റുള്ളവർക്ക്, ആ വീട്ടിലുള്ളവരെല്ലാവരും ഈ പറയുന്ന അനുമോളെ അങ്ങനത്തെ ഒരു കൺസിഡർ തരാത്ത പക്ഷം അനുമോൾ ആയിക്കോട്ടെ അനീഷ് ആയിക്കോട്ടെ അങ്ങനെ ചെയ്യുന്നതിൽ ഒരു കാര്യവും കാണുന്നില്ല. അവർക്ക് നിങ്ങളോട് ഒരു സ്നേഹവുമില്ല. നിങ്ങൾ അവിടെ ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണത്തിന്, നിങ്ങൾ അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നതിനോ ഒരു വിലയും തരുന്നില്ല. ഇന്നലെ അനുമോൾ പറയുന്നുണ്ടായിരുന്നു, ഞാൻ മൂത്രം പോലും ഒഴിച്ചിട്ടില്ല, മൂത്രം ഒഴിക്കാൻ പോലും എനിക്ക് സമയം കിട്ടാതെ അവിടെ കിടന്ന് കഷ്ടപ്പെട്ടതാണെന്ന് പറയുന്നുണ്ടായിരുന്നു. സത്യം തന്നെയാണ്. അവിടെ ഈ പറയുന്ന കിച്ചൺ ടീമിലുള്ള സാബുമാൻ ക്യാപ്റ്റനാണ്. ഈ നാരദൻ, ഇവനാണ് ഈ വിഷയത്തിന്റെ എല്ലാം തുടക്കക്കാരെന്ന് നമുക്ക് കൃത്യമായിട്ടൊന്ന് പറയാനായിട്ട് പറ്റും. പിന്നെ ഈ നൂറ ഹൗസ് ക്യാപ്റ്റൻ, വേറൊരു മെമ്പറാണ് ആദില. ഇവരൊന്നും അവിടെ സഹായിക്കാനില്ല. അവിടെ സഹായിക്കാൻ ഹനീഷും ഷാനവാസുമാണ് അനുമോളെ അവിടെ സഹായിച്ചു കൊണ്ടിരുന്നത്. അപ്പൊ ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് വിളമ്പാനായിട്ട് വന്ന സമയത്താണ് ഈ ആദിലയുടെ രംഗപ്രവേശനവും. ആദിലയാണ് ഈ വിഷയങ്ങൾക്കൊക്കെ ഒരു തുടക്കമിടുന്നതും. പിന്നെ ഷാനവാസ് അവിടെ മുട്ട പൊരിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ മുട്ട പൊരിച്ച് മുമ്പേ വേണ്ട എനിക്ക് പിന്നെ മതി എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഷാനവാസിന്റെ ദേഷ്യം, ഇതൊക്കെ അനുമോളോട് തീർക്കുകയാണ് ചെയ്തത്. ഇതിനെല്ലാം ഒരു കാരണമുണ്ട്. ഇതിന്റെ അകത്ത് ഈ പറയുന്ന ആദിലയും നൂറയും കൺഫെഷൻ റൂമിലേക്ക് അതിന്റെ തലേ ദിവസം ബിഗ് ബോസ് വിളിച്ചിരുന്നു. ഒരു 2 മണിക്കൂറോളം അതിന്റെ ഉള്ളിൽ ഇരുത്തി എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. ഇല്ല എങ്കിൽ ഇവരെ എന്താണ് അവിടെ കൊണ്ടുപോയതെന്ന് നമ്മളെ കാണിച്ചിട്ടില്ല. ഒരു മെഡിസിൻ കൊടുത്ത് പറഞ്ഞു വിടാനാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ചെക്കപ്പ് ചെയ്യാനാണ് എങ്കിൽ ഇത് എന്താ പറയാ പെട്ടെന്ന് വരണമായിരുന്നു. ഇത് വന്നില്ല എന്നുള്ളതിന് ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസ് ഇതിനിടയിൽ പറയുന്നുണ്ടായിരുന്നു, അവർ കൺഫെഷൻ റൂമിൽ പോയിട്ട് വന്നില്ലല്ലോ എന്ന് ലൈവിന്റെ ഇടയിൽ ഒത്തിരി നേരം കഴിഞ്ഞ് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ അർത്ഥം അവര് 2 മണിക്കൂറോ അല്ലെങ്കിൽ 1.5 മണിക്കൂറോ ഇതിന്റെ അകത്തുണ്ടായിരുന്നു. അപ്പൊ അവിടെ പോയി ഈ അനുമോക്കെതിരെ ഗെയിം കളിക്കാനാണോ പറഞ്ഞു വിട്ടത്, അല്ലെ അനീഷിനെതിരെ ഗെയിം കളിക്കാനാണോ പറഞ്ഞു വിട്ടത് എന്നൊരു സംശയം ഇല്ലാതെയില്ല. അന്ന് വരെ തൊട്ട് ഈ പറയുന്ന അനുമോളെ ടാർഗറ്റ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഈ അനുമോളെ ഈ ആദില പറയാൻ പാടില്ലാത്ത പല കാര്യങ്ങളും പറഞ്ഞു. എന്തൊക്കെയാണ് പറയുന്നതെന്ന് അറിയാമോ? കെട്ടിലമ്മ ചമയാൻ വന്ന് തള്ളച്ചി, അതോടൊപ്പം തന്നെ പാൽക്കുപ്പി കുടിക്കുന്ന തള്ളച്ചി, നുണച്ചി, കള്ളി എന്ന രീതിയിൽ അനുമോളെ വിളിച്ചിരിക്കുകയാണ്. ഒരു കൂട്ടുകാരി ആക്കാൻ പാടില്ല എന്ന് കൃത്യമായിട്ടും കാണിച്ചു തരുന്ന രീതിയിലാണ് ഇന്നലെ ആദിലയും നൂറയും കാണിച്ചത്. അനുമോൾക്ക് ഇത് എത്ര വന്നാലും പഠിക്കില്ല. ഈ പറയുന്ന ഇതുങ്ങളോട് കൂട്ടുകൂടരുത് എന്നുള്ളത് അനുമോൾ പഠിക്കില്ല.
കാരണം നമ്മൾക്ക് ഒരു കൂട്ടുകാരുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ പല രഹസ്യങ്ങളും അവരോട് പറയും. ആ രഹസ്യങ്ങളൊക്കെ ഒന്ന് പിണങ്ങിക്കഴിയുമ്പോൾ മറ്റുള്ളവരോട് ഈ പറഞ്ഞു കൊടുക്കുക, ആ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളെ താറടിച്ച് കാണിക്കുക എന്നുള്ളതൊക്കെ, അങ്ങനെയുള്ള ഫ്രണ്ട്സിനെയൊക്കെ നമ്മൾ കൂടെ കൂട്ടിയാൽ നമുക്ക് ദുരിതം തന്നെയായിരിക്കും എന്നുള്ള കാര്യം അനുമോൾ മനസ്സിലാക്കുന്നില്ല. ഇന്നലെ അത് കൃത്യമായിട്ടും അനുമോൾക്ക് മനസ്സിലായി. അനുമോൾ ഈ പറയുന്ന കിച്ചൺ ടീമിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഈ നൂറ നെവിനെ കിച്ചൺ ടീമിലേക്ക് ആക്കുന്നു. ഈ പറയുന്ന അനുമോളെ വെസൽ ടീമിലേക്ക് ഇടുന്നു. വെസൽ ടീമിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ ഉടനെ അനുമോളെ കൊണ്ട് പാത്രം കഴിക്കണം. അനുമോൾ പറഞ്ഞു, ഞാനിപ്പോ എന്റെ കിച്ചൺ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നതാണ്, വൈകിട്ടത്തെ പാത്രം എത്രയുണ്ടോ അതെല്ലാം ഞാൻ കഴുകാമെന്ന് പറഞ്ഞു. അത് ഇവർക്ക് സമ്മതിക്കാനായിട്ട് പറ്റുന്നില്ല. അതിനെ തുടർന്നായി വിഷയം. കാരണം അനുമോക്കെതിരെ വന്നു കഴിയുമ്പോൾ എല്ലാവരും അതിന്റെ അകത്ത് പിടിച്ച് വരികയാണ്. അക്ബറൊക്കെ അതിന്റെ ഇടയിൽ കയറി പിടിക്കുന്നു. അക്ബർ പറയുന്നു, നീ ഇനി മുമ്പ് ലാലേട്ടന്റെ മുമ്പിൽ പാത്രം കൊണ്ട് വന്നില്ലേ, ഇത്രയും ചോറ് വെച്ചു എന്ന് പറഞ്ഞ് വന്നില്ലേ, ഇപ്പൊ എന്താണ് അധികമായത് എന്ന് പറഞ്ഞുകൊണ്ട് അതേ കയറി പിടിച്ചു വരുന്നു. നെവിൻ വന്നിട്ട് അതേ കയറി പിടിക്കുന്നു. അങ്ങനെ തുടങ്ങി ഓരോരുത്തർ കയറി അനുമോക്കെതിരെ പറയാനായിട്ട് ആ ചാൻസ് കിട്ടിയ പോലാണ് അവർ ഓരോരുത്തരും പെരുമാറിക്കൊണ്ടിരുന്നത്. അത് ഇന്നലെ കൃത്യമായിരുന്നു. അപ്പൊ അനുമോള് പറഞ്ഞ കാര്യം, ഞാൻ വെസൽ കഴുകുന്നത് വൈകിട്ട് കഴുകിക്കോളാം, മൊത്തം ഞാൻ കഴുകിക്കോളാം എന്ന് പറയുന്നു. അത് അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അവർക്ക് ഹാഫ് കഴുകണം. ഉടനെ ഈ പറയുന്ന ഈ ആദില, ഈ നൂറ ഒക്കെ പറയുകയാണ്, അത് ഒരിടത്ത് പോയിരിക്കുന്നതും കരയുന്നതും ഒക്കെ PR-കൾക്ക് കട്ട് ചെയ്തിടാനാണ് എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ട് കളിയാക്കുന്നു. ഈ പറയുന്ന അനുമോള് പലപ്പോഴായിട്ടും ഇവരോട് പറഞ്ഞ പല കാര്യങ്ങളും ഇവരെടുത്ത് ഇടാനായിട്ട് തുടങ്ങുന്നു. ഈ ഒരു കാര്യം കേട്ടപ്പോൾ അനുമോൾക്ക് ട്രിഗറായി. അനുമോൾ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. പോകുന്ന സമയത്ത് നൂറയോട് പറയുന്നുണ്ട്, നിനക്ക് ടോപ്പ് 5-ൽ എത്തിയതിന്റെ അഹങ്കാരമാണല്ലോ എന്ന്. ഈ ഒരു കാര്യം പിന്നെ ഇവർ വന്ന് അങ്ങോട്ട് വിഷയം ഉണ്ടാക്കാൻ തുടങ്ങി. ഈ ആദില, നൂറ ഈ ഗാർഡൻ ഏരിയയിൽ പോയിരുന്ന ഈ അനുമോടെ അടുത്തേക്ക് എത്തി അവിടെ വിഷയങ്ങൾ ഉണ്ടാക്കുന്നു. കൂടെ അക്ബർ, ഷാനവാസ് എല്ലാവരും വരുന്നു. വന്നതിന് ശേഷം പറയുകയാണ്, അതിനു മുമ്പ് ഈ പറയുന്ന അനുമോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു, നിങ്ങൾ എന്റെ കൂടെ കൂടിയത് എന്തിനാണെന്ന് എനിക്കിപ്പം മനസ്സിലായി എന്നുള്ള കാര്യം. അത് എന്തിനാണെന്ന് വെച്ചാൽ അനുമോൾ പറഞ്ഞത്, എന്റെ കൂടെ നിങ്ങൾ കൂടിയത് എന്തിനാണ് എന്നുള്ള വിഷയത്തെക്കുറിച്ച് അനുമോൾ പിന്നെ അത് പറയുന്നുമുണ്ട്, അനീഷിന്റെ അടുത്ത് പറയുന്നുമുണ്ട്. ഓക്കെ, ഇവര് വന്നിട്ട് അങ്ങോട്ട് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. നിന്റെ ഫ്രെയിം കണ്ടിട്ടാണോ, നിന്റെ കാറ് കണ്ടിട്ടാണോ, നിന്റെ എന്തോ കണ്ടിട്ടാണ് ഞങ്ങൾ കൂടെ കൂടിയത്, എന്തിനാ നീ അങ്ങനെ പറയുന്നത്? ഇവരതിനെ വളച്ചൊടിച്ച് ഇവരുടെ ഫെയിം അല്ലെ അനുമോടെ ഫെയിം കണ്ടിട്ടാണ് എന്ന രീതിയിലാക്കി. എന്നാൽ അനുമോൾ ഉദ്ദേശിച്ചത് അതല്ല. അനുമോൾ ഉദ്ദേശിച്ച കാര്യം എന്തെന്നുള്ള കാര്യം അനുമോൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് നമ്മൾ ഇവരോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം നമുക്കെതിരെ എടുത്ത് ഉപയോഗിക്കുന്നു. പലപ്പോഴും ഇവര് ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പലപ്പോഴായിട്ടും മൈക്ക് മാറ്റിയും അല്ലാതെ ഇവരോട് പല രഹസ്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഇവര് എനിക്കെതിരെ ഉപയോഗിക്കുന്നു. ഞാൻ ഇവരെ നല്ലൊരു ഫ്രണ്ട്സ് ആയിട്ട് കണ്ടിട്ടുണ്ട്, എന്റെ കൂടപ്പിറപ്പങ്ങളായിട്ട് കണ്ടിട്ടുണ്ട് എന്ന രീതിയിൽ ഈ പറയുന്ന അനുമോള് അനീഷിനോട് പറയുന്നുണ്ട്. ഇവർ ഈ വിഷയം ഉണ്ടാക്കുന്ന സമയത്തും അനീഷ് മാത്രമാണ് അവിടെ ചേർത്ത് നിർത്തിയത്. അനീഷ് വന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, അവിടെ വെസല് കഴുകാനുള്ളത് രാവിലെ ഉച്ചക്കത്തെയാണ്, അതെന്തിനാണ് അനുമോളെ കൊണ്ട് കഴിയിക്കുന്നത് എന്ന രീതിയിൽ അനീഷ് അവിടെ ചോദിക്കുന്നു. ഉടനെ ഇവരെല്ലാം കൂടെ അനീഷിന്റെ നേർക്കങ്ങ് തിരിയുന്നുണ്ട്. അനീഷ് അപ്പോൾ എനിക്ക് സമ്മതിക്കാൻ പറ്റത്തില്ല എന്ന് വരുന്നു. പിന്നെ അനുമോള് അനീഷിനോട് കാര്യങ്ങൾ പറയുന്നു. അതിൻ്റെ ഇടയ്ക്ക് അനുമോള് പറയുന്നു, എനിക്ക് ഇവിടുന്ന് പോകണം, എനിക്ക് പറ്റുന്നില്ല, ഞാൻ പോയാലെങ്കിലും ഇവര് PR-ന്റെ ആ ഒരു വിഷയം വിടുവല്ലോ എന്ന രീതിയിൽ അനുമോള് പറയുന്നുണ്ട്. പിന്നെ അനുമോള് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ എപ്പോൾ നോക്കിയാലും എനിക്ക് PR എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക, ആ കാശുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും എന്നെ ചെയ്യത്തില്ലോ അനീഷേട്ട എന്ന രീതിയിൽ ഈ പറയുന്ന ഈ അനുമോള് പറയുന്നുണ്ട്. എപ്പോൾ നോക്കിയാലും PR. ഇത് തുടക്കമിട്ടത് ഈ പറയുന്ന ബിന്നി എന്ന് പറയുന്ന ഒരു പെങ്കൊച്ച. ആ കൊച്ചാണ് 16 ലക്ഷത്തിന്റെ ഒരു PR-ന്റെ കണക്ക് കൊണ്ട് വന്നേക്കുന്നത്. പുറത്തും അകത്തും ഈ അനുമോളെ നല്ല രീതിയിൽ തന്നെ ക്രൂശിക്കുന്നുണ്ട്. ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് ഈ കൊച്ചിനെ ക്രൂശിക്കുന്നുണ്ട്. എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാവുന്നില്ല. അവിടെയുള്ള ഈ പറയുന്ന ആദിലയ്ക്കും നൂറയ്ക്കും PR ഉണ്ട്. ഈ പറയുന്ന അവിടെ നിൽക്കുന്ന ഓരോരുത്തരും ഉണ്ട്. ഈ ആര്യൻ എന്ന് പറയുന്ന അവനുണ്ടായിരുന്നു PR ഇല്ലേ? അവനൊക്കെ വെളിയിറങ്ങിയിട്ട് വലിയ സത്യസന്ധം കളിക്കുകയാണ്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ, ഞാൻ പിന്നെ പറയാം. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന അനീഷിന്റെ അടുത്ത് ഈ അനുമോള് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. എന്താണ് കാര്യം എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ കാര്യങ്ങളും അനീഷിനോട് പറഞ്ഞു. എനിക്ക് പോകണമെന്നാണ് ഈ അനുമോള് പറയുന്നത്. എനിക്ക് ഇവിടുന്ന് പോകണം, എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല എന്ന രീതിയിലും പ്രേക്ഷകരെ എന്നെ പുറത്താക്കുക എന്ന രീതിയിലും ഒക്കെ അനുമോളോട് പറയുന്നുണ്ട്. അത്രയ്ക്ക് വിഷമിച്ചു പോയി. കാരണം നമ്മൾ ഒരാളെ സ്നേഹിച്ചിട്ട് അവരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനത്തെ ഒരു അറ്റാക്ക് ഉണ്ടാകുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റില്ല. ഈ പറയുന്ന ഷാനവാസ് ആദില വിഷയത്തിൽ, നൂറ വിഷയത്തിൽ ഷാനവാസ് മാറിയിരുന്നപ്പോഴും ഈ പറയുന്ന അനുമോള് പോയി ഷാനവാസിനോട് പറഞ്ഞ് അവരോട് മിണ്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു കുറ്റമോ ഈ പറയുന്ന അനുമോള് പറഞ്ഞിട്ടില്ല. ഷാനവാസ് പലപ്പോഴും അവരുടെ കുറ്റം പറഞ്ഞു വന്നപ്പോഴും അനുമോള് അത് സോൾവ് ചെയ്തു, അല്ലെങ്കിൽ അനുമോൾ അവരെ താഴ്ത്തിക്കെട്ടാനോ ശ്രമിച്ചിട്ടില്ല. പക്ഷെ ഇവരങ്ങനല്ല. ഇവരെന്തെങ്കിലും കുറ്റം കാണുമ്പോൾ അവിടേക്ക് വീണ് അവരെ കുറ്റപ്പെടുത്തി, അനുമോളെ താഴ്ത്തിക്കെട്ടാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന ആദില അവിടെ ജോലി ചെയ്യത്തില്ലെന്നുള്ള കാര്യം വളരെ കൃത്യമാണ്. അനീഷ് വന്ന് വിളിച്ച് വെസലിന്റെ ക്ലീനിങ്ങിനൊക്കെ വിളിക്കുന്ന സമയത്തും ഈ ആദില പോയി ജോലി ചെയ്യുന്ന ഒരാളെ അല്ല. നൂറയുടെ ഉമ്മ കിട്ടിയാൽ മാത്രം ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് മാറിയിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വൈകിട്ട് ഒരു മീറ്റിംഗ് കൂടി. ആ മീറ്റിംഗിൽ ഈ പറയുന്ന അനുമോളെ അടിച്ച് ഇരുത്താൻ വേണ്ടി എല്ലാവരും വട്ടം കൂടി നിൽക്കുന്ന സമയത്തും അവിടെ അനീഷാണ് ഈ പറയുന്ന
അനുമോൾക്ക് രക്ഷകനായിട്ട് എത്തിയത്. അനുമോളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് അനീഷ് 3 ചോദ്യങ്ങൾ നൂറയോട് ചോദിക്കുന്നുണ്ട്. 3 ചോദ്യങ്ങൾ ചോദിച്ച അനീഷിന്റെ മുമ്പിൽ ബപ്പപ്പപ്പ അടിക്കുകയായിരുന്നു ഈ പറയുന്ന നൂറ. ചോദ്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്ക്. അനീഷ് 3 ചോദ്യങ്ങളാണ് നൂറയോട് ചോദിച്ചത്. ക്യാപ്റ്റൻ എന്ന നിലയിൽ ചോദിച്ച ചോദ്യങ്ങൾ ഇതൊക്കെയായിരുന്നു. അനുമോൾ ചെയ്ത തെറ്റ് എന്താണ്? അനുമോൾ എത്ര തെറ്റുകൾ ചെയ്തിട്ടുണ്ട്? ഇതിനു മുമ്പ് ആരെങ്കിലും ഇങ്ങനത്തെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ, ക്യാപ്റ്റൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം പറയാൻ പറഞ്ഞു. ഈ ഒരു കാര്യം കേട്ടപ്പോഴേ ഈ പറയുന്ന നൂറയ്ക്ക് അടിയാണ്. എന്നാൽ കൃത്യമായിട്ടുള്ള ഒരു മറുപടിയില്ല. എന്ത് മറുപടി കൊടുക്കും? ഇതിനു മുമ്പ് കഴിഞ്ഞ ആഴ്ച ഈ പറയുന്ന നൂറ ഈ ക്യാപ്റ്റന്മാരുടെ വാക്ക് കേൾക്കാതെ പല കാര്യങ്ങളും അവിടെ ചെയ്തിട്ടുണ്ട്, ഇല്ലേ? എന്നിട്ട് ഈ അനീഷ് ഈ പറയുന്ന അനുമോക്ക് വക്കാലത്ത് പിടിക്കുന്നു, അനുമോടെ കൂടെ നിൽക്കുന്നു എന്നൊക്കെ ഇവള് പറയുകയാണ്. അത് മാത്രമല്ല, ഇവിടെ അച്ഛന്റെ പ്രായം അല്ലെങ്കിൽ ഇവിടെ മൂത്ത ഒരു സഹോദരന്റെ പ്രായമുള്ള ഈ അനീഷിനോട് പറയാണ്, ഇരിക്കടാ അവിടെ, നിക്കടാ അവിടെ, നീ വാ പത്തട എന്നൊക്കെയാണ് ഈ നൂറ പറയുന്നത്. ഇന്നലെ നമ്മൾ കണ്ടത് ഈ പറയുന്നതിങ്ങളുടെ തനിക്കോണം. ഇതുങ്ങൾ ഒരാളെ റെസ്പെക്ട് ചെയ്യാൻ ഇതുങ്ങൾക്ക് അറിയില്ല. കൃത്യമായിട്ടും ഈ പറയുന്ന ലക്ഷ്മി പറഞ്ഞത് ക്ലിയർ ആണ് എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇവരെ കൂടെ കൂട്ടാനോ ഇവരെ അടുപ്പിക്കാനോ കൊള്ളില്ല. ഇവരോട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അതൊരു ഗെയിം ആക്കി എടുക്കുക, അല്ലെങ്കിൽ അതിനെ വെച്ച് ഒരു വിലപേശൽ നടത്തുക. ആ കണക്കിനാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. കൃത്യമായിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഇനിയെങ്കിലും അനുമോള് മനസ്സിലാക്കുക, ഇതുങ്ങളെ ഫ്രണ്ട് ആക്കാൻ കൊള്ളില്ല. ഇനി കരഞ്ഞു വന്ന് വീണ് പറഞ്ഞാലും ആക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. പട്ടായ ഗേൾസ് ആയാലും കുട്ടായ ഗേൾസ് ആയാലും നമ്മളെ ചതിക്കുന്നവരെ കൂടെ നിർത്തുന്നതിനോട് എനിക്ക് ഒരു യോജിപ്പുമില്ല. വിട്ടുകളഞ്ഞേക്കണം, അവരുടെ പാടിൽ വിട്ടേക്കണം. കാരണം ഇന്നല്ലെങ്കിൽ നാളെ അത് നമുക്ക് പാരയാകും. ഇന്ന് അനുമോക്ക് ഉള്ളിൽ വെച്ച് അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നാളെ വെളിയിൽ വന്നാലും അനുമോക്ക് ഇതിനപ്പുറം കിട്ടും. അതുകൊണ്ട് തന്നെ ഇതുങ്ങളെ ഉപേക്ഷിച്ച് കളയുക, അല്ലെങ്കിൽ ഇതുങ്ങളെ വിട്ടുകളയുക. എന്നിട്ട് അനുമോടേതായിട്ടുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ട് മുമ്പോട്ട് പോവുക. വിജയങ്ങളിൽ ഓരോന്നോരോന്ന് കീഴടക്കുക. ജീവിതത്തിൽ ഉന്നതികൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇന്നലെ നമ്മൾ കണ്ടത് ഈ ആദിലയും നൂറയും വിഷങ്ങളാണെന്ന് തെളിയിക്കുന്ന രീതിയിലാണ് ഓരോ കാര്യങ്ങളും അവർ പറഞ്ഞിട്ടുള്ളത്. ഓരോ കാര്യങ്ങൾ എന്താണ് നടന്നത്? ഒരു നിസ്സാരമായിട്ടുള്ള ഒരു കാര്യം, ആ കാര്യത്തെ ഊതിപ്പെരിപ്പിച്ച് ഇത്രയും രീതിയിൽ കൊണ്ടെത്തിച്ചിട്ട് അനുമോള് മാത്രം കുറ്റക്കാരികൾ, അനുമോളെ മാത്രമാണ് കുറ്റം ചെയ്തത്, അനുമോളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അനീഷും കുറ്റക്കാരൻ എന്ന രീതിയിൽ ഇവർ രണ്ടുപേരെയും ടോർച്ചർ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. അനീഷ് പറയുന്നത്, ആരൊക്കെ എന്റെ എതിരിൽ നിന്നാലും ഞാൻ സത്യത്തിന്റെ കൂടെ നിൽക്കൂ, സത്യത്തിന്റെ കൂടെ ഞാൻ പലപ്പോഴും നിന്നിട്ടുണ്ട്, സത്യത്തിന്റെ കൂടെ നിൽക്കൂ, ഇവിടെയുള്ള എല്ലാവരുടെയും സത്യത്തിന്റെ കൂടെ ഞാൻ നിന്നിട്ടുണ്ടെന്ന് അനീഷ് പറയുന്നു. എന്നാൽ അത് കേട്ടവരില്ല. അതിലെ നൂറയോടും പറഞ്ഞു, നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ ഫുഡ് തിന്നാതിരുന്നപ്പോൾ കൂടെ ഞാൻ തിന്നാതെ ഇരുന്നു എന്ന് പറഞ്ഞപ്പോൾ അക്ബർ അതും കയറി പിടിച്ച് അവിടെ ഒരു ഇതുണ്ടാക്കാൻ നോക്കുന്നു, മാനിപ്പുലേഷൻ ഉണ്ടാക്കാൻ നോക്കുന്നു. ഇതുപോലെ തന്നെ ഷാനവാസിനെതിരെ എല്ലാവരും നിന്നപ്പോൾ അനീഷാണ് കൂടെ നിന്നത്. അപ്പൊ ഇവരൊക്കെ അതൊക്കെ മറന്നു പോകുന്നു. അനുമോളെ എല്ലാവരും അറ്റാക്ക് ചെയ്തപ്പോൾ അനീഷ് പറഞ്ഞു, അനുമോള് എന്റെ ഭാഗത്ത് എന്താണ് തെറ്റ്? ഈ പറയുന്ന സാബുമാൻ എന്ന് പറയുന്ന നാരദന് ഇട്ടുകൊടുത്തതാണ്, അവന് ഈ പറയുന്ന പയർ ഇട്ടുകൊടുത്തതാണ്, അവനാണ് ഏറ്റവും കൂടുതൽ ഇട്ടുകൊടുത്തതെന്ന് അനീഷ് പറയുന്നുണ്ട്. എന്നിട്ട് അത് കിട്ടിയില്ല എന്ന് ഇവൻ പറയുന്നു. ഇവനാണ് പലയിടത്തും പോയിരുന്ന് ഈ കുറ്റങ്ങൾ പറയുന്നത്, അനുമോടെ കുറ്റവും അനീഷിന്റെ കുറ്റവും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അതാണ് ഇന്നലത്തെ ആ ഒരു ലൈവിൽ പ്രശ്നങ്ങൾക്ക് തുടക്കം എന്ന രീതിയിൽ ഇവനാണ് അതിൻ്റെ അകത്ത് ഒരു കളി കളിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന് പിണങ്ങിയാൽ ഉടനെ മറ്റുള്ളവരുടെ കുറ്റം എടുത്തു പറയുന്ന ഇവരെ ഇനി ഫ്രണ്ട്സ് ആക്കി കൊണ്ടു പോകരുത് എന്ന് ഞാൻ കൃത്യമായിട്ടും ഈ പറയുന്ന അനുമോളോട് ഉപദേശിക്കുകയാണ്. അനുമോൾ നേരിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതിലും കേട്ടിട്ടേലും മനസ്സിലാക്കിയേനെ. എന്തായാലും അനുമോൾ അത് മനസ്സിലാക്കി മുന്നോട്ട് പോകുമെന്ന് നമുക്ക് വിചാരിക്കാം. പിന്നെ വേറൊരു കാര്യമുണ്ട്, അനുമോളെ വിളികള് നുണച്ചി, കള്ളി, അതോടൊപ്പം തന്നെ പെരുങ്കള്ളി, അമ്മച്ചിക്കള്ളി, അതോടൊപ്പം തന്നെ പാല് കുടിക്കുന്ന തള്ളച്ചി, എന്തൊക്കെയാണ് വിളിച്ചെന്നറിയാമോ? ഒരു കൂട്ടുകാരിയായിട്ട് 19 ദിവസം അവിടെ നിന്ന് ഈ പറയുന്ന കഷ്ടങ്ങളിലും സുഖങ്ങളിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത പല കാര്യങ്ങളും ഇരിക്കവേ ഈ കാര്യം വിളിച്ചു പറഞ്ഞ ഈ രണ്ടെണ്ണം ആദിലെ നൂറ് എന്നിട്ട് പൂക്കണ്ണീർ ഒലിപ്പിക്കുകയാണ് ക്യാമറയുടെ മുമ്പിൽ. അനുമോള് കരയുന്നത് ക്യാമറ സ്പേസിന് വേണ്ടി മറ്റതിനും വേണ്ടി എന്നൊക്കെയാ പറയണേ. ഇവളുമാര് കരയുന്നത് എന്താ ഇമോഷൻ കൊണ്ടെന്നും പറയുന്നു. എന്ത് ഇരട്ടത്താപ്പാണെന്ന് നോക്കിക്കോണേ, കഷ്ടം. ഇന്നലത്തെ വിഷയത്തിൽ അനുമോടെ ഭാഗത്തും തെറ്റുണ്ട്. എന്നാൽ അനുമോടെ ഭാഗത്തുള്ള തെറ്റ് അത് നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുന്ന ഓരോ തെറ്റുകളാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോൾ വിചാരിച്ചത് ഒരു വീട്ടമ്മ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ, ഒരു സാധാരണക്കാരി എന്ന നിലയിൽ ചെയ്ത ഒരു കാര്യമാണ്. പിന്നെ അതിനകത്ത് ഒരു തെറ്റ് എന്ന് പറയുന്നത് ഞാൻ ചെയ്ത കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്യും, അല്ലെങ്കിൽ ഞാനാണ് ചെയ്തത് എന്ന് പറയുന്നത് എനിക്ക് അങ്ങനെ ഒട്ട് അംഗീകരിച്ചു കൊടുക്കാനായിട്ട് പറ്റുന്നില്ലാത്ത ഒരു കാര്യമാണ്. അത് ഉണ്ടാക്കി വെച്ച് ക്യാപ്റ്റനെ ഏൽപ്പിക്കുക, ക്യാപ്റ്റൻ വിളമ്പുക, എന്തെങ്കിലും ചെയ്യുക, ഈ പറയുന്ന അനുമോക്കുള്ള ഭാഗം എടുത്തുകൊണ്ട് പോയി തിന്നുക, അതാണ് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ അനുമോൾ തന്നെ ഉണ്ടാക്കുന്നു, അനുമോൾ തന്നെ വിളമ്പി കൊടുക്കണം എന്ന് പറഞ്ഞു വാശി പിടിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ബാക്കിയെല്ലാം അനുമോൾ കറക്റ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അവിടെ ഈ പറയുന്ന മറ്റുള്ളവർ അതിനെ മാനിപ്പുലേഷൻ ചെയ്ത് ഇവരെ ഒരുമാതിരി വേറൊരു രീതിയിലേക്ക് കൊണ്ടെത്തിച്ച് നുണച്ച്
തമാശയാണെന്നും ഇവരുടെ ഫെയിമിലാണ് ഇവർ നിൽക്കുന്നതെന്ന് അനുമോൾ പറഞ്ഞു എന്ന രീതിയിലും ആക്കി തീർക്കുന്നത് എല്ലാം അനുമോളെ തരം താഴ്ത്തി കാണിക്കാനാണ് ഈ ഒരു രീതിയിലേക്ക് അവർ കൊണ്ടെത്തിക്കുന്നത്. എന്തുവായാലും ഈ പറയുന്ന ആദില നൂറ സംസ്കാരമില്ലാത്തതിന്റെ പല ഗുണങ്ങളും നിങ്ങൾ കാണിച്ചുകൊണ്ടിരിപ്പുണ്ട്. നിങ്ങൾ കാണിക്കുന്ന കള്ളക്കരച്ചിലുകൾ പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. ഒരാളെ കൂട്ടുകാരാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കൂട്ടുകാരിയുടെ കൂടെ നിൽക്കണം. അത് എന്താ പറയാ, എല്ലാ തെറ്റിനും കൂടെ നിൽക്കണമെന്നല്ല, പല കാര്യങ്ങളുണ്ട്. അത് പറയാതെയും ഇരിക്കണം. തെറ്റ് ഇപ്പൊ ഒരാൾക്ക് എന്തെങ്കിലും ഒരു വിഷമം വന്നെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് പിണങ്ങിയെങ്കിൽ അവർ മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും എടുത്ത് ഇട്ട് അവരെ ക്രൂശിക്കാതിരിക്കണം. അത് പലരുടെയും മനസ്സിനെ നോവിക്കും എന്നുള്ളത് മനസ്സിലാക്കാൻ പോലും കഴിവില്ലാത്ത നിങ്ങൾ പിന്നെ എന്തിനു വേണ്ടിയാണ് നിങ്ങൾ സംസാരിക്കുന്നത്? ഇതുപോലെ തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളുമാരെയും നിങ്ങൾ പിണക്കിയിട്ടുള്ളത്. അവരുടെ വിഷമങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ മാത്രമേ മനസ്സിലാക്കിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ലക്ഷ്മിയുടെ ആ ഒരു നിലപാട് പറഞ്ഞത്, നിങ്ങളെ ഒന്നും വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്നുള്ളത്. അത് ഓരോ ദിവസവും നിങ്ങൾ അത് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും മസ്റ്റ് കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നതിരിക്കും എല്ലാവർക്കും ബൈ.